കിടക്കാം കേസ്. നോക്കിയോ ഡൗൺ ആയി. 1 2 3. അങ്ങനെ ഇരുന്നത് നീ റേഡിയോ ഞെക്കി പിടിച്ചേക്കുമായിരുന്നോടാ കാണാണ്ടിരിക്കാനായിട്ട്. എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പ്രെഡിക്ട് ചെയ്ത് ഇവന്മാര് ഇത് ആ ബൊബോയ് കൺപോയിന്റ് ചെയ്യുന്നില്ല. അവൻ മാത്രമേ ആദ്യം ഉണ്ടായുള്ളൂ. ബാക്കി വന്ന രണ്ടുപേര് റാൻഡംലി ബാക്കപ്പ് വന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനെ ബാക്കപ്പ് വരുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കാത്ത. മനസ്സിലായി ഇവനാ ബൊബോനെ കൊടുത്ത്. ഞാൻ പറഞ്ഞു അളിയാ നീ മാക്സിമം ചൊറഞ്ഞ കളിയാ, ഞാൻ മേളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മേളിൽ കയറിയിരുന്നു ആദ്യമേ. ഒരു റീലോഡ് പോലും ചെയ്തില്ല സത്യം. നമ്മളൊക്കെ പുറകിൽ നിന്ന് അടിച്ചാലടാ കറക്റ്റ്. പാനിക്ക് കഷത്തിന്റെ അടിസ്ഥാനത്തിന്റെ ഇടയ്ക്കൂടെ 2 വെടി ആദ്യം പോവും. അത് റീലോഡ് ചെയ്ത് വരുമ്പോഴത്തേനും അവൻ അവിടുന്ന് ഗണ്ണെടുത്ത് വെടിവെച്ചിടും. ഒരു സംശയവും ഇല്ല. അങ്ങനെയല്ല ഈ കടക്കകത്ത് വെടിവെക്കാൻ പറ്റൂല. പിന്നെ വാലോറന്റിൽ പുറകിൽ നിന്ന് വെടിവെക്കാൻ പറ്റത്തില്ല. വാലോറന്റ് പുറകിൽ നിന്ന് വെടിവെക്കാൻ പറ്റൂല. അയ്യോ നമുക്ക് ഡിസ്കോ ട്രോൾസ് കണ്ടുകൊടുക്കാം ഗൈസ്. സിംഗേര ഞാൻ വേറൊരു കാര്യം പറയാം. സിംഗേര് വേറെ ലെവല് മനുഷ്യനാ. ഞങ്ങള് ഷോസിനൊക്കെ പോകുമ്പോ ഫെജോബ്രോയുടെ കൂടെ പുള്ളി വരാറുണ്ട്. നമ്മള് കുറെ ദിവസം കൂടുണ്ട്. പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് നിങ്ങൾ സംസാരിച്ച് നോക്കണം. ഇങ്ങേര് ശരിക്കും പറഞ്ഞാൽ മറ്റേ ഇതാ തൊണ്ടയിൽ വെച്ച് കിടക്കണ മനുഷ്യനാണ്. മറ്റേ മഹേഷ് മിമിക്സ് ഇല്ലേ, പുള്ളിയെ പോലെ തൊണ്ടയ്ക്കകത്ത് വെച്ച് കിടക്കണ സാധനമാണ്. നമ്മള് മറ്റേ സിനിമാ നടന്മാരോടൊക്കെ സംസാരിക്കുന്ന പോലത്തെ ഫീൽ കിട്ടും ഇങ്ങനോട് സംസാരിക്കുമ്പോ. എല്ലാവരുടെ സൗണ്ട് സംസാരിക്കും നമ്മളോട്. പ്രേമത്തിലെ നിംബോളെ കണ്ടോണ്ടാ? ഇല്ല. കണ്ണാപ്പില്ലേ നോക്കാവോ? കണ്ണാപ്പിടലെയോ? ജർമ്മൻ കണ്ണാപ്പി. നേരത്തെ നീ റെഡി ആയിരിക്കും. ചാലഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്ക് 45 ഡിന്നർ കളിക്കണം. ജോക്കർ ബ്രോ അല്ലേ നമ്മുടെ ജോക്കർ ബ്രോ. ജോക്കർ ബ്രോ 45 ഡിന്നർ കളിക്കണം. സംതിങ് എനിക്കെല്ലാം കണ്ണാപ്പി കളിയാക്കണം. നിന്നേക്കാൾ സുന്ദരാണ് കണ്ണാപ്പി. ടിവിയിൽ ഗ്ലാമർ ഉള്ള ഒരു പയ്യൻ ഉണ്ടെങ്കിൽ അത് കണ്ണാപ്പി തന്നെയാ. കണ്ണാപ്പി കഴിഞ്ഞിട്ടേ ഉള്ള നീ കൺവേർട്ട് ചെയ്യല്ലേ? ഞാൻ മീശയാണ് പറഞ്ഞത്. മീശ ഒന്നും അല്ല. നീ കളിയാക്കൊന്നും വേണ്ട. വലിയ സുന്ദരം വന്നേക്കുന്നു. നിനക്കൊരു പൂട പോലും പൊടിച്ചിട്ടില്ലല്ലോ. അതിന്റെ വിഷമല്ലേ എനിക്ക്? എടാ എന്റെ ലൈവിൽ വന്ന അനാവശ്യം പറയരുത്. എനിക്കത് ഇഷ്ടമല്ല. അളിയ എന്റെ ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ കാണുന്ന 10-15,000 പേരില്ല ഫാമിലി ആയിട്ട് കാണുന്ന ലൈവാ എന്റെ. ഇവിടെ അനാവശ്യം എന്റെ ഈ തെറിയൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായ? ഹോം തിയേറ്ററിൽ വരെ ലൈവ് കാണുന്നവരുണ്ട് എന്റെ. നീ ഒരു മിഥുനും എല്ലാം വന്ന് എന്റെ ലൈവില് സമാധാനം കളഞ്ഞു. ഈ ആനവാല കിട്ടില്ലല്ലേ? നിന്റെ മീശ തരും ഒന്ന് മറ്റേ കോർത്തിട്ടേ എനിക്കൊരു മോതിരം ഉണ്ടാക്കാൻ. ആർക്ക്? അച്ഛന് കൊടുക്കാനാ നിനക്ക്? അച്ഛന് കൊടുക്കാൻ. എടാ ഒരു ആവശ്യം പറയാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം. അല്ലാതെ ഒരാള് ചാവയുടെ ഞാനിപ്പോ ചാവ റോഡിൽ കിടക്കുമ്പോഴാണ് നിന്നെ വിളിക്കുന്നെങ്കിലും അറിയാ. ഞാൻ കണ്ടിരുന്നെങ്കിൽ അപ്പൊ വിളിക്കൂലേ? അല്ല അളിയാ, അതെനിക്ക് ബാഡായ അളിയാ. ഞാൻ ഇപ്പൊ ചാവാൻ കിടക്കുമ്പോഴാണ് നീ തിരിച്ചു വിളിച്ചത്. എന്റെ ഏകദേശം ഒരു പറയാ മറ്റേ വെട്ടി അടക്കി കഴിയുന്ന സമയത്താണ് നീ തിരിച്ചു വിളിച്ചത്. അത്രയും ഡിലേ ഉണ്ടായിരുന്നു അളിയാ. കൂടുതൽ വരുമായിരുന്നു. ഇൻസ്പയർഡ് ഫ്രം എലിയെന്ന്. സത്യമല്ലേ? ആ റേഞ്ചിലേക്ക് ഡ്രീമറിന്റെ ഒക്കെ റേഞ്ച് ഇപ്പൊ അതാ. ഒരു മിനിറ്റ്, ഒരാൾ അവിടെ ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിക്കുന്നു. ജസ്റ്റ് ഒന്ന് അല്ല ഭയങ്കര വിഷമോ, അതുകൊണ്ടാ. ഒന്ന് വന്നിട്ട് നോക്കും. എനക്കൊരു അവസരം താടാത് കമ്മ്യൂണിസ്റ്റ് ആക്കിയല്ലേ ചെറുക്കനെ? പിന്നെ ക്ലാസ് എന്താ പാർട്ടിന്ന് കൊണ്ടുവരല്ലേ? ഇഷ്ടപ്പെട്ട കേട്ടാ സീൻ തന്നെ അല്ലേ? വേണ്ടെന്ന് ഇതൊന്നും അല്ല വേണ്ടേ. അവനിങ്ങനെ ലൈവിലൊക്കെ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണം. ഇതൊക്കെയാണ് ഇവന് വേണ്ടത്. ഇനി അങ്ങോട്ട് പോണം കേട്ടാ. അങ്ങോട്ട് പോണം.
അതാ ഇവിടെ നോക്കി എല്ലാരും ഇത് ഹായ് കൊടുത്ത്. ഹായ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അത് ഞാൻ വലുതാക്കി കാണിച്ചുതരാം. ഡേയ്, ധർമ്മ ധർമ്മന് വിളിക്കുന്നത് മിസ്റ്റർ ധർമ്മൻ. ധർമ്മന് വിളിക്കുന്നത് ഇവിടെ ധർമ്മ നോക്ക്, ധർമ്മന് വിളിക്കുന്നത്. എന്ത് വേട ഇതൊക്കെ എന്ത് വേട ഞാൻ അല്ല ഇത് ഞാൻ അവന്റെ ഇതാണ് ഇത് പറയുവാണേ അവന്റെ സൈഡിൽ നിന്ന് ഒച്ച നീല മഞ്ഞ കൊള്ളാല്ലേ. നീ കൂടുതൽ ഡബ് ചെയ്യല്ലേ ചെറുക്കനെ നീ ഡബ് ചെയ്യല്ലേ, നിന്റെ വായി നല്ലതൊന്നും വരൂല. ഓ ഇപ്പൊ അങ്ങനെ ഞാൻ ഒന്നും പറയത്തരായിരുന്നു പ്രശ്നം. ഇപ്പൊ വല്ല ഉത്തുപോലെ വല്ല പറഞ്ഞു തന്നെയാണ് ഇപ്പത്തെ പ്രശ്നം. ഹെഡ്സെറ്റ് വെച്ചു കൊടുക്കണം. ഹെഡ്സെറ്റ് ഒന്നും വെച്ചു കൊടുത്ത ഭയങ്കര പ്രശ്നമാണ് അവൻ. ഹെഡ്സെറ്റ് ഒന്നും വെച്ചു കൊടുക്കാനുള്ള പ്രായമായില്ല. അപ്പൊ നമുക്ക് എടാ ഒന്ന് ഇറങ്ങി പോടാ, ഞാൻ ഇതൊന്ന് കണ്ടോട്ടളിയാ. കാണാം ശരി ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. ഇവയെ തിരക്കെന്ന് പറഞ്ഞേരെ. ഓ പറഞ്ഞേക്കാം. പ്രത്യേക ടാലന്റ് അല്ലേ. ചക്കരഭാവിൽ ജാതി കുത്താട്ട് കിളിപ്പൂമകളിൽ നീയലിയും പൂങ്കനരാണ് ഇലക്കുപ്പിടിലായി പെയ്തു തരവാണ് അലിവോടെ വരും എന്ത് പെർഫെക്ഷൻ അല്ലേടാ, സമ്മതിച്ചു കൊടുക്കണോടാ. ദിസ് ക്യാരക്ടർ പനമരം പോലെ നിൽക്കുന്നല്ലോ, പെണ്ണുങ്ങളുടെ കൂടെ പോയി ഒളിക്കാൻ നാണമില്ലേ? ക്ഷമിക്കണം രാജകുമാരി, എന്റെ സഹോദരിയുടെ മൂലം ആളൊരു മന്ദബുദ്ധിയാണ്. ഇങ്ങോട്ട് വാ, ഒരു പണി അറിയില്ല. എലിയെ കണ്ടാലേ പേടിച്ചോടുന്നവനെ ഇവനെ എന്തൊക്കെയോ പറയുന്നു. അയ്യോ എന്തായി പറയുന്നത്, അവനൊന്നും അറിഞ്ഞുകൂടാത്തൊരു പാവാ. താൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ. ആരാണ് നീ? ഈ കോപം അസ്തമിച്ചു കഴിഞ്ഞു. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ഭാവി രാജാവ്, രാജമാതാ ശിവകാമി ദേവിയുടെ പ്രിയപുത്രൻ, പ്രപഞ്ചത്തിലെ അജയ്യരായ കാലകേയരെ വധിച്ച വീരാതിവീരൻ, അമരേന്ദ്ര ബാഹുബലി. കണ്ടാൽ ഇന്നലെ കൂടെ പറഞ്ഞോളൂ, പുള്ളി ഇനി ഏത് പടം ചെയ്താലും നമുക്ക് പുള്ളി ബാഹുബലിയാ. സത്യം. അയ്യോ അല്ലേ, ബോൺ ഫോർ ക്യാരക്ടർ എന്ന് പറയല്ലേ, അതാണ് സാധനം. അത് എന്റെ പൊന്നോ. സലാർ ബ്രോ ഇല്ല ബ്രോ, എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പുള്ളിയുടെ ഓൾ ടൈം ഫേവറേറ്റ് മൂവി ഇത് തന്നെ. സലാർ ഒന്നുമല്ല, സലാർ കൊള്ളാം, പക്ഷെ എനിക്ക് ഇത് തന്നെ എന്റെ ഫേവറേറ്റ്, പുള്ളിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ക്യാരക്ടർ ഇതാ. അമരവിള ചന്ദ്രബോസോ, ഈ PR കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ഗൈസ്. എന്തൊരു കഷ്ടം എന്ന് പറ. എന്ത് പറഞ്ഞാലും അതിപ്പോ ലാസ്റ്റ് ചന്ദ്രനിലെത്തും. അറ്റൻഷൻ സീക്കർ ഫുണ്ട അമരവള ചന്ദ്രബലി. അമ്പട കേമ സണ്ണി വെച്ച ലാലാൻ തിലക് ജി മാസ്മരിക സീൻ. ये तो कष्ट हो गया. എവിടെ വെച്ചാണെന്ന് ഭൂലി ഗയാ. എത്രയായിട്ടും അങ്ങോട്ട് नहीं मिल रहा है. तिरमेनी भूल गया. हम दोनों अमेरिका में. बाप रे, सन्नी. हाँ. अम्बट केमा. सन्नी बच्चा. तुमने मुझे पतिचूटो.
ഹൈ ഏ ക്യാ എന്തൊക്കെ സാധനമാണ് ഇതൊക്കെ. നന്നായിട്ട് പാടുന്നുണ്ടേ. കിടിലം ബ്രോ, അടിപൊളി അടിപൊളി അടിപൊളി. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. But be careful, because if you blink, you might miss it. Are you ready? 3, 2, 1. ബാക്കിൽ പോയി ഞാൻ കണ്ടു. ബാക്കില് പോയി ബാക്കിൽ പോയിരുന്നത് നീ കണ്ടായിരുന്നാ? അവൻ കണ്ടെന്ന്. അങ്ങനെ തന്നെ അതിന്റെ Did I സീക്രട്ട്. tell you I did it? Yes, please. I will do this again. But this time, I will wear with this reflective jumpsuit. Then you can witness how I go from point A, the chair, to point B, right here. Are you ready? 3, 2, 1. ട്വിൻസ് ആണ് ഇതൊക്കെ ട്വിൻസ് രണ്ടാമതേ എടാ, ടെൻഷനാണ് ഉറപ്പാ. എടാ, ഒരു കഴിവില്ലാത്ത നമ്മൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാം. അത് നമുക്ക് പറ്റുള്ളൂ. അതൊരു പോയിന്റാണ്. എടാ, ഒരു ഇന്റർനാഷണൽ സ്റ്റേജിലല്ലടാ ചെന്ന് കാണിക്കണം. അതൊക്കെ എങ്ങനെ ആയിരിക്കും എന്നാലും ടൈമിംഗ് മാറ്റേഴ്സ് ബ്രോ. എന്നാലും അത് എങ്ങനെയായിരിക്കും? എന്റെ അമ്മോ, ഡ്യൂപ്ലിക്കേറ്റ് പോലെ. ഇത് ഭയങ്കര സൗണ്ട് കൂടുതല്. ഇതെന്താ? ഇല്ല ഇല്ല. എന്റെ അമ്മോ. എത്ര കോളാണ് അവരുടെ പുള്ളിക്ക്. അയ്യോ, പുള്ളിയെ ചില ആൾക്കാർ വിളിച്ച് ഈ ഇതാക്കി ട്രിഗർ ചെയ്യിപ്പിച്ച് പറയിക്കണം കേട്ടാ. ഇത് സത്യം പറഞ്ഞ ഇത് മുകേഷിനെ ചേട്ടാ, മുകേഷിനെ വിളിച്ചിട്ട് മിഥുന്റെ വരണ്ടി റിയാക്ട് ചെയ്യല്ലേ? നമ്മളതൊക്കെ ബോർഡായി. അല്ല, ഡിസ്കോഡിൽ വല്ലതും വന്നാലും റിയാക്ട് ചെയ്യലെന്ന് പറഞ്ഞേ. ചെറുതായിട്ട് ആ റേജ് വേജ് പയ്യനെ ഒന്നും ഇത് ചെയ്യരുത്. ചെയ്യണ്ട. എടാ, ഞാൻ രാത്രി നമ്മുടെ യൂട്യൂബിൽ ഇട്ടേക്കാൻ പ്രാവശ്യം സെർച്ച് ചെയ്താൽ മതിയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എടാ, ഞാൻ കേട്ട് നോക്കാം. ഞാനിപ്പം ഡിസ്കോഡ് ഒന്നും ഇതൊന്ന് നോക്കിയിട്ട് കേൾക്കാം. അല്ലെങ്കിൽ നീ ഇതിനകത്ത് കൊണ്ടിട്ടാ മതി. ഇപ്പൊ ഫുൾ ഇതാണല്ലേ. ഇത് ഈസി ആയിട്ട് ചെയ്യാല്ലേ. ഇത് പ്രോംപ്റ്റ് അല്ലേ? ഇത് പ്രോംപ്റ്റ്. ഇന്ന് ജി ലൈവിൽ അവര് ഇത് ചെയ്തിട്ടുണ്ട്. ഇതെന്താ? എന്താ അതൊക്കെ? എന്താ ഞാൻ കണ്ടത് ഇപ്പോ? ആൽക്കഹോൾ കാൺ മേക്ക് യു ഹാപ്പി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഗൈസ്. അർബുദത്തിന് കാരണമാണ്. ഇവിടെ ആൽക്കഹോളിന് പകരം ഫ്രണ്ട്സ് എന്ന് എഴുതിയിരുന്നെങ്കിൽ അടിപൊളി വീഡിയോ ആയിരുന്നു.
സത്യം അത് ഇവിടെ ആൽക്കഹോളിന് വരെ ഫ്രണ്ട്സ് എന്ന് എഴുതിയിട്ട് ഇതൊക്കെ കാണിക്കാൻ കണ്ട. എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. കണ്ടാ, എല്ലാത്തിലും അവന്റെ കൂട്ടുകാർ കൂടെ ഉണ്ട്. ആരാ പറയുന്നത് ബ്രോ? ഞാൻ കുടിക്കും, പക്ഷെ ഞാൻ ഇത് പബ്ലിക്കിൽ വന്നിരുന്നു ഞാൻ ഇത് ചെയ്യത്തില്ല. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യം. ഈഗിൾ ഗെയിമിംഗ് ആയിട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ ഞാൻ അത് ചെയ്യത്തില്ല. തൊട്ട് മുകളിലെ കണ്ടില്ല. ഇത് ദിലീപ് ദിനേശൻ. ഇതൊക്കെ എന്റെ പേഴ്സണൽ സ്പേസാ. അത് ആരൊക്കെയോ ഫോട്ടോ എടുത്തിട്ടാണ്, മനസ്സിലായ? ഓളന്മാരല്ലേ ഇതൊക്കെ. നമ്മുടെ ആഘോഷം. നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല, മനസ്സിലായ? സിംഗിൾ പ്രിന്റ്, ഒറ്റ പീസ്. ഒരു കാര്യം പറഞ്ഞ വിശ്വസിക്കോ ജോക്കി? ഈ സാധനം ഇന്നലെ ലൈവ് കാണിച്ചപ്പോ ഇത് വിറ്റുപോയി. ഒരാൾ മേടിച്ച് പൈസ എടുത്ത് മേടിച്ചിട്ട് നമുക്കറിയാവുന്ന ഒരു പയ്യനാ. ഉടനെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരു വിലയൊക്കെ പറഞ്ഞു ഇതൊക്കെ വിറ്റ്. പിന്നെ ഇത് തലപ്പാ ഉപയോഗിക്കോ? അതാണ്ട 3D പ്രിന്ററാ. ഞാൻ കണ്ണാടി വരണ്ട കണ്ട എങ്ങനെയുണ്ട് ജോക്കി? എന്റെ കുറച്ച് ഫിലമെന്റ് കളേഴ്സ് എന്റെ കയ്യില് ഇല്ല ജോക്കി. ഞാൻ എല്ലാം ഓർഡർ ചെയ്തേക്കോ, വരുന്നതേ ഉള്ളൂ. ഇതൊരു 12 മണിക്കൂറത്തെ പ്രിന്റാ ഏകദേശം. ഒരു 12. അതാരെന്നറിയോ ജോക്കി? എന്താ, നിങ്ങൾ ഇൻട്രോവേർട്ടിന്റെ ജസ്റ്റ് പ്രോപ്പർ ഒരു സാധനം ഉണ്ടോ ഗൈസ്? ഞാനും വൈഫും കുഞ്ഞും നമ്മുടെ കുഞ്ഞിനെ നോക്കുന്ന ഒരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയോടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഏകദേശം ഞാൻ 5:30 ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:45 ആയപ്പോ വീട്ടിൽ വന്ന് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയത് 8 മണിക്കാ. 8 മണി വരെ എന്നെ ഒരു കോള് പോലും വിളിക്കാതെ വീടിന്റെ മുമ്പിൽ അങ്ങനെ നിന്നു. എന്നിട്ട് ഞാൻ വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ കയറിയിട്ട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നു. വീട്ടിൽ കയറി വന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുക. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചത്, നീ എന്തിനാ വന്നത്? താഴ്ത്തിനിരിക്കുക, അവിടെ നിന്ന് അനങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു, നീ അല്ലെ ചേട്ടൻ ഫ്രീ ആവട്ടെന്ന്. ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇവൻ. ജോക്കി ലൈവ് വരുന്നു കഴിയുന്നവരെ ഈ കട്ടിലയിൽ ചുമ്മാ ഇരുന്ന് സൈഡില്. എന്നിട്ട് രാത്രിയായപ്പോ വീണ്ടും പോയി. നമ്മുടെ മോഡറേറ്ററാ പയ്യൻ. അപ്പൊ ലൈവ് കഴിഞ്ഞിട്ട്, ചേട്ടാ എനിക്ക് ധൃതി ഉണ്ട്, ഞാൻ കുറെ നേരം കൊണ്ട് പറയാൻ നോക്കുമായിരുന്നു. പറയാന് ഞാൻ പോവാന്ന്. ഇൻട്രോവേർട്ടിന്റെ ഡെഫിനിഷൻ ആണോ മനസ്സിലായ? 12 മണിക്കൂർ എടുത്ത് പ്രിന്റ് കൂടുതൽ. ഇനി മാസ്ക് ഒക്കെ വെച്ച് ഇറങ്ങണം. ഓ ഇത് നീ കട്ട് ചെയ്തില്ല ഇന്നലെ എല്ലാം നമ്മുടെ പിള്ളേരല്ലേ. അവിടെ പോവാണ്. വന്ന് വെറുതെ ആയില്ല. അമൽ ജ്യോതിയിലെ പിള്ളേരാ. കാണാം നമുക്ക് ഇതിലൊക്കെ പരിപാടിക്ക്. ഇതെന്താ മുനീറെ കണ്ണ് ചിമ്മേ. ആദ്യമായൻ ആർദ്രഹൃദയം ആരെയോ തിരയും കർണികാരൻ. ബാക്കിയില്ലേ? അത്രേ ഉള്ളൂ. ദൈവമേ വീഡിയോ സ്കിപ്പായി പോണേ. PC ഓഫായി പോണേ. കറണ്ട് പോണേ. എന്റെ കറണ്ട് പോണേ. നെറ്റ് പോണേ. You are playing with the boys after school. The map we are choosing. The one who used in this game. To find himself these guns whenever he is on. Always get himself killed using.
സത്യം ഇത് എപ്പ വെടി വെച്ചാലും വായിൽ നിന്ന് പൊട്ടത്. ഓൾവേസ് പ്രൈം വിത്ത് ദിസ് കോംബോ. സത്യമല്ലേ ഇവ ഇത് എന്തിനു ഓപ്പി സാധനം. സത്യം പറയല സത്യം പറഞ്ഞ സത്യം പറഞ്ഞ എന്തായിരുന്നു പറയാൻ വന്നേ? നല്ല ഗെയിം ആയിരുന്നു. അല്ലല്ല ഇത് വൈകുന്നേരം ഉണ്ടല്ലോടാ നാട്ടിലെ പിള്ളേരുടെ ഒക്കെ കൂടെ പോയി ഈ ഇരുന്ന് കളിക്കുന്ന ഒരു മൂഡ് സത്യം വേറെ ഒന്നിനും കിട്ടിയിട്ടില്ല. പബ്ജിക്ക് പോലും അത്രയൊരു ഇത് കിട്ടിയിട്ടില്ല. ഓൺലൈനിൽ നേരെ ഒരിടത്ത് ഇരുന്ന് കലിങ്ങിന്റെ അവിടെ വായനശാലയിലൊക്കെ ഇരുന്ന് കളിച്ചതിന്റെ അത്രയും ഇതും. പിന്നെ എനിക്ക് അത് തോന്നിയിട്ടുള്ളത് ക്ലാഷ് ഓഫ് ക്ലാൻസാ. ഇതും ക്ലാഷ് ഓഫ് ക്ലാൻസ്. ഇത് രണ്ടും ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഗെയിമാണ്, പറയാതിരിക്കാൻ വയ്യ. വാസണ ഇതൊന്ന് ഫുൾ നോക്കോ, അണ്ണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചന്ദ്രൻ എന്നൊരു വീഡിയോ റിയാക്ട് ചെയ്ത് ഈഗളിനെ റിയാക്ട് ചെയ്ത് അത് ഫുള്ളായിട്ടുള്ള പോർഷൻ എൻ്റെ കയ്യിൽ കിട്ടിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തായാലും ചന്ദ്രൻ എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞതെന്നൊന്ന് നമുക്കൊന്ന് ആ പോർഷൻ അണ്ണനൊരു ഫോട്ടോ കട്ട് ചെയ്ത് എന്താടാ അണ്ണന്റെ ഫോട്ടോ കട്ട് ചെയ്ത് വെച്ചേക്കുന്നേ. അല്ലല്ല അത് വേറെ ഏത് ഈകള് ഗൂഗിള് അവനൊക്കെ ഏതാണ് സത്യം പറഞ്ഞാല്? ഞാൻ കേട്ട് ആ മണവാളനെ നോക്കിയല്ലേ എടാ പോയി തരത്ത് കളിക്കടാ, തരത്ത് പോയി കളിക്കും. മണവാളിന്റെ നേരെ അടുത്തില്ല ആണെങ്കിൽ ഇത്തിരി കഴപ്പ് കൂടി ഉണ്ടെങ്കിൽ വല്ല എവിടെയും പോയി നിക്കടാ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഇന്ന വെല്ലുവിളിക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ന വെല്ലുവിളിക്ക്, എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചതാ. നിനക്ക് ഹോസ്റ്റലിൽ ഫേമസ് ആവണല്ലേ കുണ്ടച്ചി. പരാതി അച്ഛനൂക്കി. എടാ നായേ നിനക്ക് എന്താ അധികാരം? എടാ ഇതിനകത്തൊരു കാര്യം ശ്രദ്ധിച്ചോ? എടാ എല്ലാവർക്കും പേരുണ്ട്. ഈഗിൾ, ഗൂഗിൾ, ശരത്ത്, ഗ്രാമർ, ഡ്രീമർ, കുട്ടിക്കുറകൻ. എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട്. വിജയണ്ണനോ വിജയണ്ണന്റെ ഫാൻസ് എടാ നായേ നിനക്ക് എന്താ അധികാരണ്ട് എന്നെ തെറി പറയാ? ഇതേട്ടം വിജയണ്ണന്റെ ഫാൻസ് നിന്നെ അവിടെ വന്നടിക്കും. ഞാൻ ആരാ അറിയാലോ, കേരളത്തിന്റെ ദത്തുപുത്രനാ ചന്ദ്ര. അത് ഓർത്തിട്ട് നീ കളിച്ചോ. നീ കൂടുതൽ ഷൈൻ ചെയ്യാൻ നിൽക്കണ്ട. എന്റെ ആർമി ഇറങ്ങി കഴിഞ്ഞാല് നീ ഓടും. നീ എവിടെയല്ല അവിടുന്ന് ഓടും. ഓക്കെ പിന്നെ എന്റെ അമ്മ റേജ് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അവൻ അറിയാം ആരും ഒന്നും ചെയ്യാൻ പോണെന്ന്. എന്റെ അമ്മ പറയാനില്ല. ഇത് കുറച്ച് മുന്നുള്ള സംഗതിയാണ്. ഇത് എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. അപ്പൊ എന്റെ ഒരു പ്രതികരണം, ഇന്നെ എങ്ങോട്ട് ചൊറിഞ്ഞാലും ഞാൻ അങ്ങോട്ട് വിടൂല ആരായാലും. അപ്പൊ എനിക്ക് പറയുന്നത് ചന്ദ്ര തരത്ത് കളിക്കണം. ഇന്ന് തൊട്ട് നമ്മള് ലൈവ് കാണുന്ന എല്ലാരും ഇതിനെണ്ണം ഫാൻസ് ആണേ, ഞാനടക്കം. ഓക്കെ വേറൊന്നും പറയരുത്. പിന്നെ ഈഗലിന്റെ വീഡിയോ ഉടൻ വരും. അതെല്ലാം തന്നെയാ ഞാൻ വരുന്നത്. അപ്പം എന്തായാലും അതിൽ ചന്ദ്രൻ എന്തോ ഒന്ന് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചന്ദ്രന് അതിൽ ഞാൻ ബാക്കി തരണ്ട്. എന്തായാലും അടക്കട്ടെ. അതാ ഞാനല്ല ചന്ദ്രനാണ്ടാ ഇതെല്ലാം. അവൻ ചന്ദ്രന് കൊടുത്താൽ മതി എല്ലാം. എനിക്ക് വേണ്ട ഇതിലട്ടാ. ഇവിടെ ഓരോ തവണ മീശ പിടിക്കുമ്പോ പിരിക്കുമ്പോ ഓരോരോ കൂടെ നമ്മളൊന്നല്ലേ ശരിയല്ലേ പോകുന്നത്? ഈ സൈഡ് ഇങ്ങനെ പോയി പോലെ ഇരിക്കണ്. ഒരു പെണ്ണിനെ സ്കോഡ് കയറ്റിയാലേ ഗൈസ്. എന്ത് പറയുന്നു? നന്നി ഇവിടെ കയറ്റിയാലേ ഗൈസ്. നന്നീനെ കയറ്റിയാലേ നന്നീനെ. 5 minutes later. റീകോൺ 80% പങ്കുണ്ട്.
നിങ്ങൾ ഈ കളി ഒന്ന് പാടിക്കുന്നത് പിന്നെ കളിക്കാനുള്ള കുഞ്ഞിനെ നോക്കണം കോടി വന്നാൽ വേണമെന്ന്. നിനക്കൊരു പണിയുണ്ട്, കുഞ്ഞിനെ നോക്കുക, മനസ്സിലായോ? എസ് ആണ് നിന്റെ പറഞ്ഞല്ലേ എസ് എന്നോട് ചിരിക്കുന്നുണ്ടാ കേട്ടണ്ട എന്തൊരു പാവല്ലേ. എസ് എന്ന് പറഞ്ഞ ഒരു അണ്ണ ഒരു പെണ്ണിനെ ടി വി കേട്ടാ ചാറ്റിലേക്ക് കിടപ്പുണ്ട്, പേരോട് വയ്ക്കുന്നത് നോക്കാൻ പറ്റും. അയ്യോ അണ്ണ ഒന്ന് റിയാക്ട് ചെയ്യണ റോഡ് ടു 3 മില്യണോ? 5 minutes. ഇപ്പൊ സ്വാഗായിട്ട് തോന്നൂടാ, ഒരു 10 കൊല്ലം കഴിയുമ്പോ ഇത് തെറ്റ് തന്നെ നിന്നെയൊക്കെ ട്രോളും, ഒരു സംശയവും ഇല്ല. ഇപ്പൊ നിനക്ക് ഇതൊക്കെ സ്വാഗായിട്ട് തോന്നും, കുറച്ച് കഴിയുമ്പോ കിട്ടും. ഒറിജിനലാണോ? അല്ല ഇത് ഒറിജിനലൊന്നും അല്ല പോടാ, ഇത്രയും ചെറിയ പട്ടിയുണ്ടോ? ഒറിജിനലാണോ ഇത്? പട്ടി എങ്ങനെ മുള്ള അപ്പിടുകയും ചെയ്യും ഇത്ര ഉള്ളെങ്കിൽ? പക്ഷെ ഒരു ചെറിയ ബ്രീഡ് ഉണ്ട് ജോക്കി, ഇതിന്റെ ഒരു കൈപ്പത്തിലെടുക്കാൻ പറ്റുന്ന ബ്രീഡ് ഒന്നും എന്തോ ഇത്. അല്ല ഇത് കുഞ്ഞായിരിക്കും ചിലപ്പോ, ഇത് ജനിച്ചു വീണ് പറയാൻ പറ്റില്ലല്ലോ. തെറി പറഞ്ഞായിരിക്കും നീ. എന്നെ ആദ്യമേ കാണിച്ച്, അപ്പൊ ഇതെന്തായാലും ചന്ദ്രന്റെ വീഡിയോയാ, ഒരു സംശയമില്ല. പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ പരദേവനഹോ നമുക്ക് പരിത്രാണനത്തിനധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖില ശക്തനിൻ തിരുകരത്തിലുണ്ടനിശമീ പരദേവനഹോ നമുക്ക്. വീഡിയോ പട്ടി ഉണ്ടടാ, ടീ കപ്പ് പപ്പി. ഞാൻ പറഞ്ഞില്ലുണ്ടാവും. ഇവന്റെ പേരെന്താ ശരിക്കും? അല്ലല്ലേ മോനെ. വിളിച്ചാ മതി. ഇതെങ്ങനെ ഉണ്ടല്ലോ? ഇത് എന്ത് പെയിന്റ് ആണ് ഇത്? പെയിന്റ് അല്ലടാ, സ്ക്രാച്ച് ചെയ്താണോ ഇത്? സ്ക്രാച്ച് ചെയ്താ ഫസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇത് മറ്റേ ഇതേക്കുമല്ലേ സ്ക്രാച്ച് ചെയ്തേക്കല്ലേ? ഓ എന്റെ അമ്മ, ഞാനോർത്ത് പെയിന്റ് അടിക്കുമായിരിക്കും ഇത് വെച്ചിട്ട്. കൊള്ളണം, നൈസ് നൈസ് നൈസ്, അടിപൊളി അടിപൊളി അടിപൊളി. കലാകാരനാണ് നീ. 30 hours എടുത്ത് വരച്ചതാണ്. നമസ്കാരം, എന്റെ ഒരു ജ്യോതിഷ്കയെ. അലയായി താരും നീ അരികിൽ, കരയായി തീരും ഞാൻ ഉലകിൽ, മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ, തീരാത്ത രൂപത്തായി സൂരത്തായി നീ. പോസ്റ്ററായത് എന്ത് ഡീറ്റെയിലിങ് ജോക്കി. ജോക്കി എന്താ ജോക്കി വരയ്ക്കാത്ത ഇപ്പോ? ജോക്കി അടിപൊളിയായിട്ട് വരയ്ക്കും കഴിയും. ജോക്കിയുടെ മറ്റേ പ്രൊഫൈൽ കണ്ടിട്ടില്ലേ നിങ്ങൾ ആരും? ജോക്കി വരയ്ക്കും അടിപൊളിയായിട്ട്. ഇല്ല, ഞാൻ മറ്റേ ഡയലോഗ് പറഞ്ഞില്ല കേട്ടോ, അത് ഓൾറെഡി ക്ലിപ്പ് ആയതായിരുന്നു. അതെ അതെ അതെ. പാട്ട് ഏത് പാട്ടാണ് പാടുന്നത്?
പാടാൻ പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇവനെ ആർപ്പിക്കകത്ത് ഞാൻ തല്ലിക്കൊല്ലാൻ വെച്ചിരിക്കുകയാണേ. ടിറ്റി മൊത്തം നടന്ന് പാട്ട് പാടി ഇപ്പൊ നമുക്കൊന്നും മാർക്കറ്റേ ഇല്ല. അതല്ലേ എനിക്ക് ദേഷ്യം. പാട്ടിനെ പറ്റില്ല ഓട്ടിക്കണ പാട്ടനെ ഓടിക്കണം ചെയ്ത്. ഗണപതി അത് മിക്ക സ്ഥലത്ത് ഞാൻ പേര് അറിയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും പേര് പറയാനല്ലോ. നിനക്ക് പേര് പറഞ്ഞാൽ നീ വീട്ടിൽ അവിടെ വരുവാ. ഒരു സംശയമല്ല നീ ഒലിപ്പിക്കണ. തങ്ങളുടെ പേര് ലക്ഷ്മി. ലക്ഷ്മി ദേവി. ഓക്കെ, പിന്നെന്താ വേറെ ഏതെങ്കിലും സോങ്സ് അങ്ങനെ എന്തെങ്കിലും? പാട്ടിന് കൈവന്നില്ല. ട്രൈ ചെയ്യാം. അല്ലാത്തവനെ തൊണ്ടയില് മറ്റേ പീപ്പിളി കുടുങ്ങി പോയിപ്പോ സംസാരിക്കും. എല്ലാവർക്കും എല്ലാ കഴിവും ദൈവം കൊടുക്കത്തില്ല. തന്നെ കാണാൻ ക്യൂട്ട്. സോ വേറെ ടാലന്റ് ആവശ്യമില്ലല്ലോ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. പേരില്ല രാജ്യത്തെ രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര, ആരോരും കാണാതിന്നരികിൽ വരാമോ, അരികിൽ ഞാൻ വന്നാൽ ഇന്നെന്ത് തരും നീ, മാരിവില്ലുകളാലേ മണിമാളിക പണിയും ഞാൻ, വാൻമേഘവാലയിലൂടെ നിന്നെ കൊണ്ടുപോകും, പേരില്ല രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര, പുലർമഞ്ഞു മഞ്ചിമയിലൂടെ മയർമഞ്ചലേറിയേറി പൂത്തൊരുങ്ങും ഈ കന്നി വസന്തം നോക്കുക എന്താണ്, അഴകിന്റെ വെണ്ണില കായൽ തിരനീന്തി വന്നതാരോ എന്റെ തേങ്കിലാക്കടവിൽ. കൊച്ചിന്റെ ഐഡി കൊച്ചിന്റെ ഐഡി ആണല്ലോ. ഞാൻ ഇവിടെ കൊച്ചുങ്ങളുടെ ഐഡി കൊടുക്കുന്നതാണ് എന്റെ പരിപാടി. പോടാ വീട്ടില്. കൊള്ളാം കൊള്ളാം. രണ്ടു വാക്കിൽ ഒതുക്കല്ലേ. കൊള്ളാം കൊള്ളാം. ആ കൊച്ചു ആ ഫോണിൽ പാരഗ്രാഫ് എഴുതാം. ചെറിയ കൊച്ച അതിനെ സോ അനിയത്തിക്ക് വേറെ ഏതെങ്കിലും പാട്ട് കാണോ? ഇൻസ്റ്റാഗ്രാം ചോദിക്കണം മിസ്റ്റർ. ഐഡി വേണോ നിനക്കൊക്കെ? അത് പറഞ്ഞപ്പോഴാ ജോക്കി, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ജോക്കി എന്നെ ഏകദേശം ഒരു 3 വർഷം മുമ്പ് ജോക്കി എന്നെ ഒരു ദിവസം യൂസ് ചെയ്തായിരുന്നു. ഒന്നാതെ പെണ്ണ് കിട്ടുന്നില്ല ഇടയ്ക്ക്. കംപ്ലീറ്റ് ചെയ്തോട്ടെ, ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ജോക്കി ഒരു ദിവസം ബ്ലൈൻഡിന്റെ ബൂട്ട് ക്യാമ്പിൽ നിന്ന് എന്നെ ഒരു മിന്നാമിന്നി കളർ ഹുഡിയൊക്കെ ഇടിപ്പിച്ച് എന്നെ കൊണ്ടുപോയി നമ്മുടെ തിരുമാലിയുടെ കൂടെ ഇരുത്തിയായിരുന്നു ഒരു പാട്ടിനാണ്. പറഞ്ഞോട്ടെ 2 മിനിറ്റ് സീനിന് വേണ്ടിയിട്ട് എന്നെ ഒരു ദിവസം അവിടെ പിടിച്ചിരുത്തി. എന്നെ ഞാനും കാസ്ട്രോയ്ക്ക് ആണെങ്കിൽ അവന്റെ പോലെ ഒരു 5 പേര് കേറുന്ന ഒരു ഹുഡി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് കേറിയിരിക്കാൻ. അവന് അരമണിക്കൂർ കാണില്ല. ഞാൻ നോക്കി ഹുഡിക്ക് പ്രൊഡക്ഷൻ. ചേട്ടാ അതിന്റെ വീഡിയോ എനിക്ക് കിട്ടി. അതിന്റെ വീഡിയോ കിട്ടിയിട്ട് തിരുമാലി ആ പാട്ട് ഇറക്കട്ടെ എന്ന് ചോദിച്ച് വിളിച്ചായിരുന്നു. പാട്ട് ഇറക്കണോ? ഇറക്കാൻ പറ. ലോക്കോടെ സാധനമൊക്കെ ഇരിക്കുന്നത് പോകാൻ പറ. പിന്നെ ജോക്കി അതിന്റെ എല്ലാ ഗൈസ് നിങ്ങളത് കാണണം. കരിക്കാരന്റെ അവരായിരുന്നു അതിന്റെ പ്രൊഡക്ഷന്. പക്ഷെ നമ്മളെ പൈസ മൊത്തം നമ്മള് കൊടുത്ത് ഞാനുണ്ട്, കാസ്ട്രോ ഉണ്ട്. നല്ലൊരു പാട്ട് എന്റെ അടുത്ത് അവരെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇറക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ ഇടയ്ക്ക് കൈ കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ഫോണിലേക്ക്. പക്ഷെ വിഷയം നല്ല പാട്ടാ സത്യം പറഞ്ഞ നല്ല പാട്ടാ. നമുക്ക് നോക്കാം കേസ്. അത് തിരുമല അടുത്തോട് ചോദിച്ചിട്ട് തിരുമലയുടെ മാനേജിംഗ് ടീം നമ്മുടെ അടുത്ത് വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പൊ അത് ചോദിച്ചിട്ട് നമുക്കത് ഇറക്കാം. പറയാൻ ചോദിക്കുക. അതിനകത്ത് ബ്ലൈൻഡ് സ്പോർട്സും ലോക്കോയും എന്നാണ് കാണിക്കുന്നത്. ലോക്കോ ഒക്കെ വെട്ടിക്കളയേണ്ടി വരും. ലോക്കോ ഉണ്ട് പൈസ, നമ്മളും ഉണ്ട് പൈസ. പക്ഷെ ലോക്കോയ്ക്കാണ് റൈറ്റ്സ്. അപ്പൊ ഇറക്കി കഴിയുമ്പോ നേരെ എന്റെ വീട്ടിൽ വരുമല്ലേ അവര്? നിന്റെ വീട്ടിൽ വരും. അപ്പൊ പിന്നെ നിങ്ങളാരെങ്കിലും ഇറക്കിക്കോ അത്. നോ വേ, ലെറ്റ്സ് ഗോ. ഇനി അല്ലെങ്കിലും ഇല്ല.
അല്ല ഇത് ഞാൻ ജോക്കിയായിരിക്കും സംസാരിക്കുന്നത്. ഇനി അല്ലെങ്കിലും ഇല്ല. നമ്മൾ ഈ പുള്ളിയുടെ വീഡിയോ റിയാക്ട് ചെയ്തപ്പോ പുള്ളി ഓസ്ട്രേലിയയിൽ എന്തോ ആണ്. പുള്ളി എനിക്ക് കുറെ കാർഡ്സിന്റെ പാക്കേജ് അയച്ചു തരാന്ന് പറഞ്ഞു ലൈവിൽ അൺബോക്സ് ചെയ്യാൻ വേണ്ടി. അല്ല ഇതിനകത്ത് അല്ലെങ്കിൽ കാണുന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് തുറന്ന് ഇനി ഇത് റെയർ കാർഡാണെങ്കിലും എനിക്ക് തിരിച്ചറിയുള്ള ബുദ്ധി ഇല്ലത്. ആ കണ്ട ഇങ്ങനത്തെ കളറൊക്കെ വരുവാണെങ്കിൽ കണ്ട ഇതൊക്കെയാണ് റെയർ കാർഡ്. അപ്പോഴേ മറച്ചു വെക്കണത്. 70,000 രൂപയോ ഒരു കാർഡിനെ? ഇതുപോലെ നാട്ടില് റിപ്പയർഷിപ്പിന് അയക്കാൻ വെക്കുന്ന ബോക്സ് എടുത്തിട്ട് ചുമ്മാ 2 പൊട്ടിക്കും. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സാധനം കിട്ടും. അയ്യോ എനിക്ക് അയക്കാൻ വെക്കുന്നത് പൊട്ടിക്കല്ലേ. ഇതെത്ര? അവസ്ഥ വെച്ചിട്ടൊന്നും അടിക്കാൻ തോന്നുന്നില്ല. 1100 ഓസ്ട്രേലിയൻ ഡോളർ. അണ്ണാ ഞാൻ സിഗരറ്റ് ഓർഡർ ആക്കട്ടെ, ടെൻഷന്. ഗോൾഡൻ സാഡ് ഒരു കാർഡിന് 70,000 രൂപയോ? എടാ ഈ കാർഡിന് മൊത്തത്തിലെല്ലാം കൂടെ ചിലപ്പോ ഒരു 500 രൂപ 1000 രൂപ ഉണ്ടാവുള്ളൂ. അത് പൊട്ടിച്ചപ്പോ അതിനകത്തുനിന്ന് കിട്ടിയ ഒരു കാർഡാണ് 70,000 രൂപ. ഇത് പറ്റില്ല, ലോട്ടറി പോലത്തെ സെറ്റപ്പ് ആട്ടാ. എന്താ പൊന്ന എടാ പൊന്നൊന്നും അല്ല. ആ കാർഡിന് ഇതിന് വില എങ്ങനെയാണ്? ഭയങ്കര ഓരോ കാർഡ്സിന് ഓരോ വിലയാ. കാരണം ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ടൈം കിട്ടുമ്പോ ഈ മൂവി ക്യൂട്ടി പേ ചേച്ചിയുടെ കൂട്ടിരുന്നൊന്ന് കണ്ടു നോക്കണേ. ഷുവർലി ദിസ് ഇസ് എ ഗ്രേറ്റ് മൂവി ആൻഡ് ട്രസ്റ്റ് മീ യു വോണ്ട് ബി ഡിസപ്പോയിന്റഡ്. നെയിം എ സോർ എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ, ഇന്തോനേഷ്യൻ. Instagram itu trend po. Hoy. Aku sore. Sore. Istri kamu dari masa depan. Maju ulang ratusan kali pun. Bakalan tetap milih kamu deh. Karena aku percaya kamu dari terus mau kamu Mau buat hidup kamu lebih baik. secinta itu kamu sama aku. Tembak gitu kamu. I don't know who or what, but when I woke up, it felt like a tremendous feeling of longing. നിങ്ങളെ രോമം പൊങ്ങിയോടാ? പൊങ്ങിയില്ല? നിങ്ങളെയൊക്കെ പൊങ്ങിയില്ലടാ? അത് ജോക്കിയുടെ കല്യാണം കഴിയാത്തതുകൊണ്ടാ. ഇതൊരു ബീജിയമല്ലേ അത്? എന്തൊരു ബീജിയമല്ലേ ഇത്? ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഉള്ളിയുടെ, പറയാതിരിക്കാൻ വയ്യ. പടം മൂഞ്ചലാണെങ്കിലും ആ ബീജിയമും പാട്ടും ഒക്കെ വേറെ ലെവലായിരുന്നു. ഹേറ്റഡ് ബൈ ജോക്കി, ഞാൻ കാര്യം പറയട്ടെ ജോക്കി. ജോക്കി ജോക്കി വിഷമമായി പോയി, തൂക്കാൻ പോയി. അതാ ജോക്കിയോട് പറഞ്ഞ നിങ്ങടുത്ത് പറയാം ഗൈസ്. ഗൈസ് എനിക്ക് ധോണി സൈൻഡ് ക്യാപ്പ് കിട്ടി. എനിക്ക് ഗബ്രിയബ്രോ കൊണ്ട് തന്നു. അടുത്ത ദിവസം കൊണ്ടുവരും. എന്റെ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു അത്. ഒരെണ്ണോടെ കിട്ടും, വേറൊരെണ്ണമുണ്ട്, അത് ഞാൻ പറയാം. അയ്യോ അത് കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു, സത്യം പറയാലോ. വണ്ടി നമ്മളെ കൊമ്പനല്ലേ? മഹേന്ദ്ര കൊമ്പൻ, ഇതെന്റെ സിറ്റിയിലെ കൊമ്പനാ.
സിറ്റിയത് കൊമ്പനാ വേറെ വേറെ നീ എന്റെ വണ്ടി നാളെ വന്ന് ജോഗി വന്നല്ലേ ഓക്കെ അല്ലേ ജോഗി ജോഗി ഓക്കെ അല്ലേ? പിന്നെ ചാറ്റില് കുറെ ജോഗി തൂങ്ങിയെന്നൊക്കെ പറഞ്ഞു. മിന്നലടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. ബ്യൂട്ടിഫുൾ. മുരളി അടിക്കണല്ലേ, മിന്നലല്ലേ? ബ്രോ ആക്ച്വലി ഗോട്ട് മീ. എന്തൊരു പറയാനാണെന്ന് പറയണ ഇവനെയൊക്കെ. ബ്രോ ഫെജോടെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി ഇത് നേരിട്ടുകൊണ്ട് ഫെജോടെ കൊടുക്കും ബ്രോ. എന്റെ അമ്മ വെറുതെ പൊക്കി കാണിച്ചാൽ തന്നെ പുള്ളി സ്റ്റേജിൽ വിളിക്കും, ഉറപ്പാണ്. എന്ത് ഡീറ്റെയിൽ വർക്കാണത്. എന്താ സ്റ്റീവിന്റെ പേര് കണ്ടില്ല? സ്റ്റീവിന്റെ കണ്ടിട്ട് ബ്രോ പിന്നെ നല്ല റിയാക്ഷൻ കിട്ടും. എനിക്ക് എല്ലാം കട്ടാക്കാം. എല്ലാം കട്ടാക്കി. ഇതെന്താണ് ഇവനാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം മറ്റേ ഫേക്കാന്ന് പറഞ്ഞേട്ടാ. ഇത് തന്നെയല്ലേ കണ്ടത് കഴിഞ്ഞ ദിവസം? അല്ലല്ലോ, ഇവന്റെ വേറൊരു വീഡിയോ കണ്ടത്. അതുപോലെ തന്നെ ഉണ്ടല്ലേ. നൈസറാ, നൈസ്. കിടലും അടിപൊളിയാണ്. നീ കലാകാരനാണ് നീ. ഈ കേസ് കൊണ്ട് വരുന്ന ചൊറ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ലെങ്കിലോ? നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലെങ്കിലോ? നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടാവും. അതിന്റെ കേസൊന്നും ഉണ്ടാവില്ല. വേദനിക്കുന്നുണ്ടോ? നീ റീൽസ് ഒന്നും ചെയ്യല്ലേ മുച്ചറി? ഇല്ല. റീൽ എന്റെ ഞാൻ ഇവിടെ ചെയ്യാം. ഇതെന്താ പുള്ളി എന്തോ പരിചയമുള്ളൊരു മുഖം. ഫാമിലി പ്രോഗ്രാം പറയില്ലായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഏതോ പൈലറ്റ്. അങ്ങോട്ട് ഫ്ലൈറ്റിന് ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല സ്മൂത്ത് ആയിട്ട്. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പം ആ പൈലറ്റ് പുണ്ടമോൻ ഓടിച്ചു ശരിയല്ല. ഉള്ള കാര്യം പറഞ്ഞാൽ ഓടിച്ചു ശരിയില്ല. മേഘത്തിലൊക്കെ ഇടിക്ക് ചെയ്തി പുള്ളിക്കാരൻ കൊണ്ട്. അതാണ് പ്രശ്നമായത്. പുള്ളി എന്തോ ഫാമിലി പ്രോഗ്രാം പറയില്ലായിട്ട് ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഏതോ പൈലറ്റ് അവ കൊല്ലിക്കാൻ നോക്കി, ഉറപ്പായിട്ടും കൊല്ലിക്കാൻ നോക്കി. അവ അതും 1-2 പ്രാവശ്യം 3 പ്രാവശ്യം വലിയ കട്ടറെ കൂടെ കിട്ടി. 4-5 പ്രാവശ്യം 6-7 പ്രാവശ്യം ഒക്കെ നല്ല അതാ ഫുള്ളനങ്ങ. ഫാമിലി പ്രോബ്ലം നമസ്കാരം. എടാ ഞാൻ വിചാരിച്ച അവന്റെ പണ്ടത്തെ കണ്ണാപ്പി റീലെന്നാ വിചാരിച്ച. പാട്ട് പണ്ട് ഇപ്പഴത്തെ കാട്ടിൽ നൈസായിരുന്നു പണ്ട്.
ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റാത്തോണ്ട് ഇതൊന്നും ഡിലീറ്റ് ചെയ്യാനും പറ്റത്തില്ല. ആരെങ്കിലും ഒന്ന് ഇത് എന്ത് ചെയ്ത് റിപ്പോർട്ട് അടിച്ച് കളയടാ ഈ എന്റെ ഈ ഐഡിയ ഒന്ന്. ദുബായ് പോകുമ്പോ ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ ആണല്ലേ ഐഡി പറയണ്ട, കൂടുതൽ വീഡിയോസ് കണ്ടുപിടിക്കാനല്ലേ നിനക്കൊക്കെ. പൂങ്കുയിലെ തേടി അഴകണ്ട മുടിയിൽ മുടിയിരിക്കുന്ന നോക്കടാ, സുനാമി പോസ് അടിച്ച കണക്ക് കളർ അടിച്ച്. എന്റെ വീട്ടിലൊക്കെ എന്തോരം പ്രശ്നമായിരുന്നു അറിയോ ചോക്കിയത്. കുറച്ചു ദിവസം ഫുഡ് പോലും തന്നില്ല, അമ്മാതിരി പ്രശ്നമായിരുന്നു വീട്ടിലൊക്കെ. அன்னைக்கு ஏதோ புலி இல்ல பூனைன்னு சொன்ன. குட்டில பார்க்க ரெண்டும் ஒரே மாதிரி தான் இருக்கும். அது வளர்ந்து ஏறி குறவுலையே கடிக்கும் போதுதான் தெரியும் பூனை அது புலியதென்ன. കിടിലം വീഡിയോ, അടിപൊളി സാധനം. ഇവിടെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. കുറച്ചു ദിവസമായിട്ട് ചന്ദ്രന്റെ വീഡിയോസ് കണ്ട് മടുത്ത് ജീവിതം മടുത്ത് ഞാൻ ജീവിതം. ഇത് കൊള്ളാലേ. ഇവിടെ പൈസ ഇറക്കട്ടെ. പിന്നെ കുറച്ചു ദിവസമായിട്ട് ചന്ദ്രന്റെ വീഡിയോ മാത്രമാണ് ഇവിടെ കിടന്ന് കളിക്കണത്. അപ്പൊ പിന്നെ പൈസ ഇറക്കട്ടെ ഞാൻ. ഒരു പരിധിയില്ലേ ഇതിനൊക്കെ. സിറ്റി എടാ സിറ്റി കേറാടാ. സിറ്റിയിൽ ആരും ഇല്ല ഇന്ന്, സിറ്റുവേഷൻ ഒന്നും ഇല്ല. കേറാം, ചില്ലാവ്. ഞാൻ കുറച്ച് വല്ലപ്പോഴും ഇത് നോക്കട്ടെ. ഞാൻ കേറിക്കോളാം. മാലയിട്ട് കാണാൻ പറ്റില്ലല്ലോ. മാലയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡിസ്കൗണ്ട് ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ മറ്റന്നാ മാലയിടും. സാമിയാ പിന്നെ സാമിയെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറ്റില്ല. Kid is going places. Kid is going places. Can you show me your girlfriend? No. So you don't have a girlfriend? Okay, can you see your brain? No. Can you show me your brain? Duh, no. Oh, so you don't have a brain. ഈ ദേവൂട്ടനൊക്കെ ഈ വളർന്നു വരുന്നവന്മാർക്ക് ഇവനൊക്കെ ഇങ്ങനെയായിരിക്കും പറയണം, സംസാരിക്കണം. മനസ്സിലായോ? ഒന്നും മിണ്ടാൻ പോലും പറ്റത്തില്ല. എത്ര സിറ്റുവേഷൻ ഒക്കെ ഡ്രോപ്പ് ആയി ബ്രോ, അത് എടുക്കാൻ പറ്റത്തില്ല. ആളുകളെ കാണണ പോലും ഇല്ല. നിന്റെ 2026 റെസൊല്യൂഷൻ എന്താ? റെസൊല്യൂഷൻ എന്റെ ഇപ്പൊ 16:9. മുച്ചിരി ഇവിടെ ഉണ്ടോ നീ? റെസൊല്യൂഷൻ 1980 മറ്റേത് നോർമൽ 1920 അതന്നെ. 1920 അല്ലേ? ആ സോറി, എന്ത് പുണ്യേറ്റ അതന്നെ എനിക്ക് മനസ്സിലായില്ലേ. ഇത് 90. ഈ കൂടുതൽ സംസാരിക്കുന്ന ഏവലല്ലേ? നിന്റെ എതിരാ ഏവലെ 2026 നിന്റെ ആയിട്ട് ലാപ്ടോപ്പ് നോർമൽ അല്ലേ ഇത്? അല്ല 1600. അതന്നെ. അവർ ചർച്ച എവിടെ കൊണ്ടുപോയി നോക്കണ. മറ്റു കൊച്ചാണെങ്കിലും പറയാം ഇവനും ബുദ്ധിയില്ല ഏവലിനും. എന്നാ ഇത് നോക്കാതെ പോവല്ലേ, ഇങ്ങനെ ടൈറ്റിലിടുന്നൊന്നും പോയി. ഇത് കണ്ട കണ്ണിന്റെ ഈ കണ്ണില് ഗ്ലെയർ അടിക്കണത്, ഈ റിഫ്ലക്ഷൻ വെള്ളത്തുള്ളിയൊക്കെ നോക്കടാ. എന്റെ പൊന്ന് എന്ത് സാധനം.
എടാ ഈ വരപ്പുകാരുടെ വേറൊരു കാര്യം, ഈ ഡ്രോയിങ് സ്കിൽ സത്യം ബ്രോ, എനിക്കും അത് ഭയങ്കര ഇതാണ്. സത്യം പറയല്ലോ, എനിക്കിത് കാണുന്നതേ ഭയങ്കര കുശുമ്പാ ഇവന്മാരുടെ അടുത്തൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പിക്കാച്ചോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് സൂപ്പർ ഗ്ലൂ ഒട്ടിക്കാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. ഇവര് വരയ്ക്കുന്ന പെൻസിലൊക്കെ ഇല്ലേ, ഒരു പെൻസിലിന് മറ്റേ 150, 200, 300, 400 രൂപയുടെയൊക്കെ പെൻസിലുണ്ട്. 400 രൂപയുടെയൊക്കെ പെൻസിൽ, അതൊക്കെ വെച്ചാണ് ഇവര് വരയ്ക്കണത്. ഇവരുടെ സാധനം ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കാണുന്ന പെൻസിലും അതൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതാക്കണമെന്ന്. ഇവരുടെയൊക്കെ സാധനങ്ങൾക്ക് ഭയങ്കര വിലയാ, ഒടുക്കത്തെ വില ഇവരുടെ സാധനങ്ങൾക്കൊക്കെ. അത് നമ്മളൊക്കെ വിചാരിക്കണ പോലല്ലേ. ഇവര് ഗ്ലൗവ് മറ്റേ ഏതൊക്കെയോ സാധനം സ്പ്രേ ഒക്കെ ഉണ്ടറാ ഇവർക്ക് അടിച്ചിട്ട് വരയ്ക്കാൻ വേണ്ടിട്ട്. ട്യൂബി അങ്ങനെ കുറെ എന്തൊക്കെയോ ഉണ്ടറാ, 2B 3B 4B അങ്ങനെ പറഞ്ഞ എന്തൊക്കെയോ പെൻസിൽസ് ഒക്കെ ഉണ്ട്. ഞാൻ കണ്ടായിരുന്നത്. കണക്കിന് മാറ്റിയെടുത്ത് എന്താ ജോക്കി, കോൺട്രാക്ട് എല്ലാത്തിലും ജോക്കിയുടെ തലയും ഞാൻ കാണിക്കുന്നില്ലേ, പിന്നെന്താ കുറ്റം പറയാനെന്താ പിന്നെ. എല്ലാത്തിലും ജോക്കിയുടെ തലയുണ്ട്. അത് ഇതിനകത്തൊക്കെ റിയൽ ലൈഫ് ഫോട്ടോ വരെ വെച്ചിട്ടുണ്ട്. നോക്ക് കണ്ടാ, തരക്കുണ്ട്, ജോക്കിയുണ്ട്, ചാവുണ്ട്, ചന്ദ്രനുണ്ട്, ബാബുണ്ട്. ബാബുനെ മറന്നേ പോയി. സ്പീഡിന് വരെയായിരുന്നു. എവിടെയുള്ളടാ? എത്ര വേണമെങ്കിലും കാണാം. എന്തൊരു സാധനം. ഇവനൊക്കെ അവിടെ സ്പീഡിന് വരെയായിരുന്നു. എവിടെയുള്ളടാ? നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നീ കാട്ടാക്കട എവിടെ ഉള്ള? നീ കാട്ടാക്കട എവിടെ ഉള്ള? കാട്ടാക്കട ജോലിയുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ഒരു ചന്ദ്രനെ അറിയാമോ? നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള തന്നെ. കാട്ടാക്കട മെല്ലിട്ടക്കനെ മോഹനെ അറിയാമോ നിനക്ക്? ഇതിൽ നിന്നാണ് ഇൻസ്പയർഡ് ആയിട്ടാണ് മില്ലറ്റ് പോകാനുണ്ടായത് കേട്ടോ ആ ക്യാരക്ടർ. ചോദിച്ചാൽ ഞാനായിരുന്നു. നമുക്കും കാട്ടാക്കടയൊക്കെ അറിയാന്നുള്ള പട്ടാളത്തിൽ ജോലിയുള്ള ചന്ദ്രനെ അറിയാമോടെ? എന്റെ കൈ മൊത്തവും പോയി. കാട്ടാക്കട എവിടെ ഉള്ളടാ? കാട്ടാക്കട മെല്ലിട്ടക്കനെ മോഹനെ അറിയാമോ നിനക്ക്? മെല്ലിട്ടക്കനെ മോഹനെ അറിയാമോ? പരിചയക്കാരനെ കാശ് വരാണ്. ഇല്ല, എനിക്ക് പുള്ളി അറിയാം. പട്ടാളത്തിന് ജോലി ഉണ്ടായിരുന്ന ചന്ദ്രനെ അറിയാമോ? 24 വർഷം മുന്നേ മരിച്ചു. നിങ്ങൾ ഇത്തിരി ചുമ്മാരുന്നാണ്. എനിക്ക് ആകെ ഇവിടെ 20 വയസ്സായുള്ളൂ. അതാണ്. അപ്പൊ അച്ഛൻ അറിയായിരിക്കും. ഈ കാട്ടാക്കട എവിടെ ഉള്ളടേ? ഈ കാട്ടാക്കട എവിടെ ഉള്ളേന്ന്? കാലിന്റെ ഇടയിൽ. കാട്ടാക്കട എവിടെ ഉള്ളടാ നീ? പക്ഷെ എടാ വേറൊരു കാര്യം ഉണ്ടാ, ഈ പുള്ളിയുടെ ഈ വീഡിയോ മാത്രമല്ല ഗൈസ്, പുള്ളിയുടെ പ്രൊഫൈലിൽ നിങ്ങൾ വേറെ കുറെ വീഡിയോസ് കയറി കാണണം. പുള്ളിയുടെ അകത്ത് കുറെ അണ്ടർ റേറ്റഡ് വീഡിയോ ഉണ്ട്. വിഷയം സാധനം ഇതാണ് ശരിക്കും കുറച്ച് ഫേമസ് ആയ വീഡിയോ എങ്കിലും പുള്ളിയുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. കിട്ടിലും കുറെ ഐറ്റങ്ങളുണ്ട്. സത്യം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് കേട്ടോ. എനിക്ക് പേര് ഓർമ്മയില്ല. ഐഡിയുടെ പേരെന്തായിരുന്നു, എന്തോ ഒരു എന്തായിരുന്നു അതിന്റെ. എന്റെ ഫീഡിൽ എപ്പോഴും വരും, ഞാൻ ഈ വീഡിയോ കാണുന്നോണ്ട്. എന്താ കണ്ണ് ചുമ്മെന്ന്. അത് നമ്മൾ കണ്ട ആ വീഡിയോ നമ്മൾ കണ്ട് കുറച്ച് മുമ്പ്. ആ പാൻ ഇന്ത്യ ബ്രാഞ്ച് അത് തന്നെ പാൻ ഇന്ത്യ അങ്ങനെ എന്താ അത് തന്നെ അത് കയറി കണ്ടു നോക്കേട്ടാ. നമുക്ക് ടി ഗ്യാങ് ഹൗസ് കാണാൻ പറ്റും. നിങ്ങളെ ഗ്യാങ് ഹൗസ് പറ്റുമല്ല. വീട്ടിലെ ആരുമില്ല ഇവിടെ. വീട്ടിൽ ആരും ഇല്ലല്ലോ. പ്രിയ, നീ ഫ്രീ അല്ലേ? ഞാൻ ഫ്രീയാ. വീട്ടിൽ ആരുമില്ല. യൂണിറ്റ് 10, 100,000, 10,000 lakh, 10 lakh crore. റൂമൊക്കെ ഫ്രീയാ. നമ്മ ഒരു ഫണ്ണിന് മനസ്സിലായിരുന്നു. ഫണ്ണ് വേണ്ടരാ. എന്റെ ഫണ്ണ് നടത്തി തരാൻ നിനക്ക് ഞാൻ. സ്റ്റീവ് കണ്ട് കൊറേ കണ്ട് വാച്ച് സ്റ്റില്ലിന്റെ വീഡിയോ അവസാനം വരാണ്ടോ? അടിപൊളിയായിരിക്കും. क्योंकि
എന്താ എനിക്കറിഞ്ഞൂടാ. അവന്റെ റിയാക്ഷൻ ആണെന്നോടും. സൂപ്പർ. നന്നായിട്ട് പാടുന്നുണ്ടാ, ട്രൈ ചെയ്ത് വാ. അങ്ങനത്തെ ഉള്ളൂ. ഇതാര് വണ്ടർ വുമൺ? ഇതെന്ത് എന്റെ മനസ്സാണ്. അമ്മേനെ വിളിച്ച ഞാൻ നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളം ആയിക്കോട്ടെ എന്ന് കരുതി. ഇവിടെ ഒരു മാരേജ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാ. ആരുടെ? എന്റെ. എനിക്ക് വിശക്കുന്നു, എനിക്ക് കുറച്ച് ഭക്ഷണം വാങ്ങിച്ചു തരുമോ? താങ്ക്സ് സോ മച്ച്. മനുഷ്യനല്ല, മൂർഖം പാമ്പിനെയാ ചവിട്ടി. എന്താ പാമ്പെന്ന് പറഞ്ഞു? ഞാനൊരു ഉപമ പറഞ്ഞതാടോ. പാർട്ടി തുടങ്ങി. ഇനി നോക്കിക്കൊണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് പെട്ടെന്ന് പോട്ടിട്. ഈ കൈ വെച്ചു. അയ്യോ, തല തിരിഞ്ഞു. ഇതെന്താ? എന്തിനു? കാനഡ. ആള് മിടുക്കന. അതുകൊണ്ടല്ലേ ആളെ സമാജം പ്രസിഡന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ കാണാം. സി യു, ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോകും. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു. $20. ഇപ്പൊ വേണ്ടെന്നേ. ഇവൻ വെഞ്ഞാറമൂടുകാരനാന്ന് തോന്നുന്നു. He will beat you. He is the best boxer of our country. No, but he is like your Mike Tyson. Mike Tyson? ഞാനോ? അടിക്കച്ചായ. എടാ ചെറുക്കാൻ, നീ വായി തോന്നു വിളിച്ച് പറയരുത് കേട്ടോ. ഹെൻറിയേറ്റ് ഉണ്ട്. ഞാൻ കോക്ടെയിലൊന്നും കഴിക്കൂല. ഇത് ടൈലില്ലാത്തായിട്ട് എന്റെ ഭാര്യ. അവൾ എന്റെ മുന്നിൽ വന്ന് നിന്നാ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാനേ പറ്റില്ല. പാവം ആ കുട്ടിയെ തല്ലിയിട്ട് ഇയാള് റെസ്റ്റ് എടുക്കുന്നു. ബ്ലഡോ? എന്തോ ഒരു ഐക്കോണിക് ഡയലോഗ്സ് ഉണ്ടല്ലോ ഇതിനകത്ത്. Can you tell me what happened? My wife hit with the bottle. Oh my God. Yeah, when I saw his blood, എന്റെ പൊന്നളി അപ്പൊ തന്നെ ഞാൻ തലയിറങ്ങി നിലക്കാണ്. പിന്നെ വല്ല ആക്ച്വലി ഷീ ഈസ് എ സൈക്കിക്. ഒരു കുടുംബത്തില് ചട്ടിയും കലാവുമ്പോ തട്ടിമുട്ടിക്ക് ഇരിക്കില്ലോ സാർ. മാറ്റി പറയാൻ പറ്റും. എനിക്കിങ്ങനെ അറിയുള്ളൂ. പോട്ടി. Families like pot and another pot. When they hit together, they will make sound. Cling, bling, bling. ഇനി മതിരിയൊന്നും പറയല്ലേ. എനിക്ക് അവളെ ഓജസ്സും തേജസ്സും ഉള്ള ഭാര്യയായിട്ട് തിരിച്ചു വേണം. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. മൂത്തവനാ ദിമിത്രോ തിലോപ്പിയ. ആ കോള വിഴുങ്ങുന്നതിനെ കണ്ടില്ലേ? എലീന കൊക്കനേച്ചി. ഇതൊക്കെ ആരുടേതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഡാഡി എന്ന് വിളിക്കുന്ന എന്നെ. സാധനമല്ലേ അതൊക്കെ. അയ്യോ, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നോക്കിയിട്ട് കേറാം. ഇതെന്താ നമുക്ക് കിട്ടാത്തപ്പോ നമ്മള് പറയും ക്രിഞ്ച് എന്നും അത് ഇതെന്നൊക്കെ നമുക്ക് പറയും. നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ലല്ലോ, നമ്മളെ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. അതും ശരിയാണ്. കപ്പിളാർപ്പിൽ ഓടിയത് ആരോ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാനോ. ഫുഡ് കഴിച്ചായിരുന്നു ഞാൻ മുമ്പേ തന്ന മട്ടൻ മന്തി, മട്ടൻ ഫുഡ്. നമ്മളിപ്പം ഇങ്ങനെ പെമ്പിള്ളാർ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കുറയ്ക്കണോടെയാ. പെമ്പിള്ളാർ വേണം, വേണ്ടതേ പറയുന്നില്ലടിയാ, വേണ്ടെന്നൊന്നും പറയുന്നില്ല. ഇനി വല്ലപ്പോഴും മതി. 27 മണിക്കൂർ പെമ്പിള്ളാർ പറഞ്ഞ നമ്മൾ നിർത്തുക. കണ്ണന്റെ തുക്കുടുമണിയാരാ? കണ്ണന്റെ ചിഗ്രാവാരാ? ചുട്ടുപണി കരയല്ലേ? ചുട്ടുപണിയെ ഇതൊക്കെ കാണുന്നവന്മാരാണോ ഗൈസ് എന്റെ അകത്ത് വന്ന് ക്രിഞ്ച് എന്ന് കമന്റ് ഇടുന്നേ? ഇതൊക്കെ കാണുന്നവന്മാര് രണ്ടും ക്രിഞ്ച. ഓക്കടാ പെണ്ണില്ലാത്തവരെ. ഞാൻ പണ്ടേ പെണ്ണുങ്ങളുടെ പിന്നാലെ കിടക്കുന്ന നിർത്തിയണ്ണ. ബ്രേക്കപ്പായി വേണം ഇപ്പൊ. പെണ്ണില്ല. ഞാൻ പണ്ടേ പെണ്ണുങ്ങളുടെ പിന്നാലെ കിടക്കുന്ന നിർത്തിയണ്ണ. ഞാൻ മിണ്ടില്ല. എന്റെ കൂടെ നടന്നിട്ട് ലാസ്റ്റ് ഇവനായിട്ട് സെറ്റായി. ഈ ദേശീയ എന്റെ കൂടെ നടന്ന് ഈ മോഹിയായിട്ട് സെറ്റായി.
ഇത് ഇവരുടെ കല്യാണത്തിന് പന്തലിടുന്ന തൊട്ട് അവസാനം വേസ്റ്റ് കുഴി വേസ്റ്റ് ഇല ഇടുന്നത് വരെ ഞാൻ ചെയ്യണേ. അതാലോചിച്ചോക്കിട്ട് നിങ്ങള് മന്ദാരത്തിന് എന്താ വിളിക്കാറ്? മന്ദാരം എന്താ ബേബി, ലവ് യു ബേബി, ഉമ്മ ബേബി, സീ യു ബേബി, ടാറ്റ ബേബി, ഇനി എപ്പോഴാ വരിക ബേബി? എടാ ഈ കൂട്ടത്തിൽ ഏറ്റവും ഭേദം ഞാനല്ലേടാ, നിങ്ങൾ പറയടാ. ഇതിലെന്തെങ്കിലും എത്തിയോ? ഇതിലെന്തെങ്കിലും നിങ്ങൾ ഒരു ക്രിഞ്ച് ഡയലോഗ് ഉണ്ടോ ഇതിൽ? നോക്ക്, ബാക്കി എല്ലാടും ഇതിൽ നോക്ക്. അയ്യോ എന്റെ അമ്മേ, ആലോചിക്കാൻ പോലും വയ്യ. എടാ എന്താ നിങ്ങളെ അന്നെ വിളിക്കുന്ന നിർത്തുന്ന പറയുന്നത് എന്തിനാ? എടാ നമ്മള് എന്തേലും ഒരു വാപ്പാനെക്കാട്ടിലും പൈസ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് കരുതിയാണ്ട് വാപ്പാനെ പിടിച്ചിട്ട് കുണ്ണേന്ന് വിളിക്കോ? തന്തെന്നും തന്നെയാണ്, മനസ്സിലായോ? നമ്മളൊക്കെ വരുന്നതിന് മുമ്പേ ഞമ്മക്കൊക്കെ അത്രയും പുറത്തൊക്കെ കമ്മിറ്റ്മെന്റ് വാസണ്ണാന്ന് വിളിച്ച് ശീലിച്ച ആൾക്കാരാണ് നമ്മൾ, മനസ്സിലായോ? അത് നമ്മൾ ഇന്ന് പെട്ടെന്ന് ഒരു ഗ്യാങ് തുടങ്ങിയാണെന്ന് കരുതിയാണ്ട് നാളെ മുതൽ ഒറ്റയുണ്ട്. അത് നാളെ മുതൽ നമ്മൾ വാസു എന്നൊന്നും വിളിച്ചാൽ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങളത് എന്നെ കോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അത് നമുക്കിപ്പോ എന്തെന്നെ നമ്മുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വാസണ്ണ തന്നെയാണ്. അത് എന്തെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വിളിക്കൂല. പിന്നല്ല അവിടെ കൊറേ അല്ലടാ, അവിടെ കൊറേ പുതിയ വേറെ കൊറേ അമ്മമാരുണ്ട്. അതായത് കൊറേ ഒന്നാമത്തെ കാര്യം കൊറേ കുത്തിത്തിരിപ്പ് എണ്ണമുണ്ട് അവിടെ, അല്ലാതെ വേറെ കൊറേ ഓഡിയൻസ് ഉണ്ട്. എങ്ങനെയെങ്കിലും അടി ഉണ്ടാക്കിപ്പിക്കണം എന്ന് ഇതാക്കണതുണ്ട് കേട്ടോ, മനസ്സിലായ? അവിടെ എല്ലാം എനിക്ക് അങ്ങനൊന്നും ഇല്ലടാ, എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല. ഇവരെല്ലാം വാസുണ്ടാന്ന് വിളിക്കണം, അത് അങ്ങനത്തെ ഒരു സാധനമല്ല. നമ്മൾ ഇതിനകത്തുണ്ടാക്കിയ ഹൈറാർക്കിയാ. പക്ഷെ സ്റ്റിൽ ആൾക്കാർ വെളിയിലുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആ ക്യാരക്ടറിന് എനിക്ക് കിട്ടിയ റെസ്പെക്റ്റാ. അത് ഞാൻ വെറുതെ 1-2 ദിവസം GTA-ക്കകത്ത് കയറി ഉണ്ടാക്കിയതല്ല. അത് അത്രയും നാൾ കളിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തൊരു സാധനമാണ്, മനസ്സിലായേ? അങ്ങനെ വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. എല്ലാവരും അണ്ണാന്ന് വിളിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല. അത് അങ്ങനെ ചെയ്തതാ. അത് ഇങ്ങനെ അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടം. എനിക്കൊരു ചെക്കൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ അവന് പാടിക്കൊടുത്തേനെ. പക്ഷെ പാടിക്കൊടുക്കാൻ ചെക്കനില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പാടിത്തരാം. ഇലകളറിയുമോ, ഇളം പൂക്കൾ കാണുമോ, തിന്നലിലെയും തീരാ ഏയാണെന്നോ? ഇത് ഏയാണെന്ന് തോന്നാനില്ല, കണ്ടിട്ട് തോന്നാനില്ല. അത് കണ്ട വെട്ടടിക്കണതാ. ഏയാടാ, എങ്ങനെ ലിപ്പ് നോക്കിക്കോ, ഹൈപ്പിച്ച് പോകുമ്പോ ലിപ്പ് നോക്കിക്കോ. അത് മുടിക്കാത്ത എന്റെ അമ്മോ, എല്ലാരും ഒന്ന് സൂക്ഷിക്കണം, നല്ലതായിട്ടാ. ഇതൊക്കെ ഉണ്ടാക്കിയിടുന്ന ഏതെങ്കിലും അമ്മമാരൊക്കെ ആയിരിക്കും. രാത്രി വൈകുന്നേരം ആകുമ്പോ ഹായ് സ്വീറ്റി ഹണി എന്നൊക്കെ പറഞ്ഞ് നേരെ പോയി ഹണി ട്രാപ്പിലൊക്കെ പെട്ട് അവൻ നാളെ ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി നീയൊക്കെ സൂക്ഷിച്ചു. എല്ലാ അമ്മമാരും സൂക്ഷിച്ചു. അതുകൊണ്ട് വീഡിയോ കോൾ ഒന്നും ഇപ്പൊ ഒരു പ്രൂഫ് അല്ല, മനസ്സിലായ? വീഡിയോ കോൾ ഒന്നും പ്രൂഫ് അല്ല ഇപ്പൊ. ഈഗിളിന്റെ ആരാ? That one brother is always a diamond. मैंने किया नहीं मुझसे रहा क्यों जुदा. അങ്ങനെ വെച്ചാ എനിക്കത് വിനീതാണല്ലോ. വിനീത് ചൂപ്പൻ ചൂപ്പൻ. അതെ. പെട്ടെന്ന് അവൾ തന്റെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. പുറത്തേക്ക് നോക്കി അവൾ ഒരു കാഴ്ച കണ്ട് അമ്പരക്കും.
നിനക്കൊക്കെ വയ്യടാ നിങ്ങക്കൊക്കെ. എന്തൊക്കെ കാണണം ദൈവമേ. സൂപ്പർ സ്റ്റാർ ആണ്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ അംഗീകരിക്കില്ല. ഞാൻ അംഗീകരിക്കില്ല. എന്ത് കിടിലം പടം അല്ലേ? നിങ്ങക്കൊക്കെ ഇഷ്ടമാണോ ഗൈസ്? എന്ത് കിടിലം ഫിലിമാ അല്ലേ? എന്ത് കിടിലം. എവിടെന്നാ എടാ സാബു, നീ അത് വെട്ടിപ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ വിളിക്കേ, വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരേൽപ്പിച്ചത്? അത് സാബുവിനല്ലായിരുന്നു. സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചത്. ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഇച്ചാന്റെ തന്തയ്ക്ക് പോയി ആളിയുടെ തന്തയ്ക്ക് പോണോടാ. അവരെ എടാ അത് അതിന്റെ കണ്ടിന്യൂറ്റി കണ്ടാ നിങ്ങള്? അവിടുന്ന് ഒരു അടി ഉണ്ടായി വരുന്നു, അത് വന്ന് ഈ സൈക്കിൾ എന്നിട്ട് ഇവിടുന്ന് അടുത്ത ഞാനല്ല ആ താടിക്കാരനെ. നീ വെറുതെ വെച്ചിട്ട് പോയാ മതി. എന്നിട്ട് കണ്ട പുള്ളിയുടെ അന്നേരം ഉണ്ടായ ഫ്രസ്ട്രേഷൻ വന്നിട്ട് അടുത്ത ക്യാരക്ടറുടെ ബാക്കി അടുത്തത് അവിടെ. ഞാൻ പറഞ്ഞു കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് കേസ്. അതെനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. 50 ഐഡിയ പെട്ടെന്ന് റീചാർജ് ചെയ്ത് ഒരു സോഡ ഞാനല്ലേ ആദ്യം വന്നേ. സോഡ വന്നിട്ട് റീചാർജ് ഉണ്ടാക്കിയാ മതി. എന്തോ മോട്ടെ മര്യാദ കൊടുത്താലും വേണം മൈത്താണ്ടി. ഇല്ല, നീ എന്തോണ്ടാക്കണോ? മാറിക്കേട്ടാ. എന്നെ എന്റെ കവലയിലിട്ട് തല്ലിയവൻ ആരായാലും അവന് തിരിച്ചല്ലാതെ മഹേഷ് ബാബുനെ ഇനി ചെരുപ്പിടുകയില്ല. നീ കണ്ടിട്ടുണ്ടോ രഘുല ഈ പടം? ഇല്ലല്ലേ, ഇപ്പൊ കണ്ടിട്ട് സൂപ്പറായിട്ടിരുന്നു. ഇപ്പൊ കണ്ടിട്ട് സൂപ്പർ. എത്ര കണ്ടപ്പോ നിനക്ക് സൂപ്പർ ആയിട്ടിരുന്നല്ലേ? നീ മഹേഷിന്റെ പ്രതി കണ്ടിട്ടില്ല? ഇല്ല. നീ മലയാളത്തില് കണ്ടിട്ടുള്ള നിനക്ക് ഇഷ്ടപ്പെട്ട മലയാള പടം ഏതാ? ദൃശ്യം. ഇല്ല, ദൃശ്യത്തിലല്ല. അല്ല, 3 ഇഷ്ടപ്പെട്ടോ? 3 ഇഷ്ടപ്പെട്ടോ? 3 ഇടയിൽ ഇറങ്ങിയില്ലല്ലോ. ഒരു മാസം ജീനിയസ്. ഇന്ന് പറഞ്ഞ കണ്ടില്ലെന്നുള്ളത് ഇതൂടെ കണ്ടു നിർത്താവേ. എല്ലാരും കാണും. പരിപാടി ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വരാന്ന് ഉറപ്പായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ കഴിയുമ്പോ പറഞ്ഞാണ് ഞാൻ ഹെഡ്സെറ്റ് ഊരി വെക്കാൻ പോണേ. ഇല്ലല്ല, അവ വീണ്ടും കൊണ്ടിടുന്നതല്ലേ, പൈസ കുറയ്ക്കതല്ലേ. ഏതാ? ഇല്ലില്ല, ഞങ്ങൾക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലബ്ബ ബ്ലാക്ക് മാഫിയയില്. പേര് അലക്സാണ്ടർ. ചന്ദ്രുവിന്റെ ഫ്രണ്ട്സ് അല്ലേ? അതെ. ആ ഓക്കെ. ഓറ കണ്ടോ? ഓറ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ചേട്ടാ, നമ്മളൊക്കെ പെയ്ഡ് വീഡിയോ ചെയ്താലോ അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ ചന്ദ്രനെയൊക്കെ ഉൾപ്പെടുത്തും. ഇതങ്ങനല്ല, ഒറ്റ ഒരാളുള്ളൂ, ഫ്രെയിമിൽ ഒരാളെ ഉണ്ടാവുള്ളൂ എപ്പോഴും. കണ്ടാ, ഈ വൈഡിൽ ഞാൻ ഈ സൈഡിൽ ഉണ്ടായിരുന്നു, അത് വരുന്നതിന് മുമ്പ് ബ്ലാക്ക് ആക്കി കളഞ്ഞു. കണ്ടാ, ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട്. കേട്ടാ, ഈഗോ. എസ്ത്രി ഇവിടെ എല്ലാരും എസ്ത്രി വീഡിയോ പറയണം. ഞാനത് കണ്ടില്ല, നോക്കട്ടെ എന്താണെന്ന്. നല്ലൊരു വീഡിയോ.
ഇതാണോ ഈ സ്റ്റുഡിയോ അല്ലേ? അപ്പൊ നമുക്ക് ഇതിവിടെ കാണാം ഗൈസ്. സിറ്റിയിലൊന്നും ആരും ഇല്ലടാ, നമ്മുടെ ആരും ഇല്ല ഇന്ന്. അതാ ഇന്ന് സിറ്റുവേഷൻ ഒന്നും ഇല്ല. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നോ? എടാ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തതല്ലടാ, ഇത് കണ്ട. അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് എപ്പോഴോ അൺസബ്സ്ക്രൈബ് ചെയ്തതാ. ഇതെന്താ കലോസിന്റെ ഇത് വീഡിയോ ആണോ? 100 crores. ഇത് കണ്ടതാണോ? ഞാൻ കണ്ടില്ല ഇത്. സ്കിപ്പ്. ഇത് പുതിയ വീഡിയോ അല്ലേ? 1 മാസമായോ? 4 വീക്ക് മുമ്പുള്ള വീഡിയോ ആണോ ഇത്? 4 ആഴ്ച മുമ്പ്. ഇത് ഞാൻ കണ്ടാന്ന് തോന്നുന്നപ്പോ. ആടാ ഇത് കണ്ടതാ ഞാൻ ഈ വീഡിയോ. ഇത് ഞാൻ കണ്ട വീഡിയോ. നമ്മൾ ലൈവ് തന്നെ കണ്ട വീഡിയോ. ഇത് കണ്ടാ ഗൈസ്? ഇത് കണ്ടാടാ ഇത് കണ്ടതാ. അവന്റെ പുതിയ വീഡിയോ ഒന്നും വന്നെന്ന് പറഞ്ഞല്ലോ ഇന്നലെ മെനഞ്ഞാന്ന് എന്തോ ആരുണ്ട്. ഇത് കണ്ടാ ഗൈസ്? ഇത് ഞാൻ കണ്ടതാ. ഇത് ലൈവ് കണ്ടതാ. ഇത് ഫുള്ള് കണ്ടതാ ഇത് ലൈവില്. ഇത് നമ്മൾ കണ്ട വീഡിയോ. ഇത്രയുള്ളൂ. സിറ്റിയിൽ ആരെങ്കിലും ഉണ്ടോടാ?